ഹലോ, അസ്സാം വലൈക്കും. AGR ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് എപ്പിസോഡ് 2 ആണ്. ആക്ച്വലി ലോങ് വീഡിയോ ആകുമ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഇടുന്നത്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞങ്ങളിപ്പോൾ തങ്കത്തോടുള്ള ഈ ടോൾ പ്ലാസയിലാണ് ഉള്ളത്. അവിടെ വണ്ടിൻ്റെ ഈ എന്താ പറയുക സ്ക്രാച്ചൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരുപാട് ടീമുകളുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി ഒന്ന് സ്ക്രാച്ച് ക്ലീൻ ആവുമോ നോക്കുകയാണ്. ആ ഗ്ലാസ്സിലുള്ള വാട്ടർ മാർക്കൊക്കെ പോവുമോ നോക്കുകയാണ്. അത് ട്രൈ ചെയ്യുന്നുണ്ട്, നോക്കുക. ഓക്കെ, ये कितना टाइम में कितने बार ये स्क्रैच करने पे निकल जाएगा? ये परमानेंट निकलेगा जो स्क्रैच है। जो स्क्रैच अगर होंगे तो परमानेंट निकल जाएगा। और रेगुलर इसको इस्तेमाल करना पड़ेगा। 2 मंथ्स में एक बार लगाना है। 2 महीने में एक बार इसको बस अप्लाई करना है। वो बस जैसे अभी आपने बताया वो क्लियर रहेगा। मीटिंग डायरेक्टली कहीं जा रहे हो, डायरेक्ट स्प्रे करो विदाउट वाटर कार बहुत। सर ने 2 पैकेट लिए, सर से पूछ के करो। अच्छा, ये गाड़ी वाले ने क्या रेट बताया आपने इसका? ये वैसे 1420 आफ्टर डिस्काउंट 999। 999 ये दोनों, यानी कि एक वैक्सीन और अगर आप नाइट में ड्राइव करते हो, डैशबोर्ड उठा रहे तो दिखा रहा है। नहीं, वो तो ये करके दिखा रहे हैं। ये देखिए, ये डैशबोर्ड अपने से आ रहा है ना डस्ट के साथ। हाँ। ये ड्राई एंड साइड ट्रायल ही ना गाना मगे ऑयली नहीं होगा सर। सबसे बड़ी बात ये सर्विस में गाड़ी जाती है, ऑयल पॉलिश लगाते हैं। पैरी करो प्लीज, हाथ लगा टच करो, ये ड्राई है, ऑयल नहीं होगा। बिल्कुल। ये पैकेट यानी कि पानी से साफ करने की भी जरूरत नहीं है, बस इसको अप्लाई करना है और रफ कर रहा है डायरेक्टली। ये पैकेट है, ये पैकेट है 1420 इसका आफ्टर डिस्काउंट 999। हमारे लिए कुछ स्पेशल डिस्काउंट? कंपनी प्राइस सर से पूछ सकते हो। 2 पैकेट लिए सर से। नहीं सर का छोड़ो ना, हमारे लिए क्या डिस्काउंट देंगे आपके लिए डिस्काउंट अगर आप 5 पैकेट लेते हो मैं पूरी गाड़ी कोटिंग करवा के दूंगा फ्री में? हाँ आपको। ओके जी, थैंक यू. पानी तक नहीं मारना। തീ പിടിച്ചോട്ടേക്ക് നീങ്ങാം. എന്താണ് തീ പിടിച്ചതെന്ന് അറിയില്ല. വണ്ടി ഫുൾ ബ്ലോക്കാണ്, റോഡ് പാലത്തിന് മുകളിൽ ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ ജസ്റ്റ് ഇറങ്ങി നടക്കുകയാണ്, പോയി നോക്കാം എന്താണ് അവിടെ തീ പിടിച്ചിട്ടുള്ളത്. ഓക്കെ, തീ കാണാനുണ്ട്, പുക കാണാനല്ലേ. എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പോയാലേ അറിയുള്ളൂ. വണ്ടി അവിടെ എവിടെയോ കിടക്കണം, ഫുള്ള് ബ്ലോക്ക് കണ്ടില്ലേ. എന്താ സംഭവം എന്ന് അറിയില്ല, പോയി നോക്കാം. ബ്ലാക്കായിട്ട് പുക പോകണല്ലേ. ഓക്കെ, നമ്മളോട് പോയാലേ അറിയുള്ളൂ എന്താ സംഭവം എന്നുള്ളത്. ഇവിടെ തീ പിടിച്ചിട്ടുണ്ട്, അവിടെ നമുക്ക് ചെല്ലാൻ മതി കേട്ടോ. ഓക്കെ, കാറിന് തീ പിടിച്ചതാണ്, ഒരു രക്ഷയില്ല. പുറത്ത് പോലീസ് ഉണ്ട്, അവിടെ പോലീസ് നിൽക്കുന്നു. കാറ് പോലീസ് ഉണ്ട്, ഇതൊക്കെ പബ്ലിക്കാണ്. ഫയർബോസ് വന്നിട്ടുണ്ട്, ഫയർബോസ് ജസ്റ്റ് ഇപ്പോൾ ഫയർബോസ് എത്തി. ഭയങ്കര സ്മെല്ലുണ്ട്, ഫയർബോസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ആളപായമൊന്നുമില്ല, വണ്ടി നിന്നോടത്തൊന്ന് കത്തിക്കുകയാണ്. പാലത്തിൻ്റെ മുകളിലാണ് ബ്ലോക്ക്, ആവറേജ് നല്ല ബ്ലോക്കാണ്. ഓക്കെ,
ദൂരം പബ്ലിക്കാണ്. അത് ഭയങ്കര സ്മെല്ലുണ്ട്. ഇത്രയും പബ്ലിക് കണ്ടില്ലേ? വണ്ടിന്റെ ബ്ലോക്കും ഒരു തല മുതലേ ബ്ലോക്ക് പൊട്ടിത്തെറിക്കണമൊക്കെ ഉണ്ട്. ഫുൾ ബ്ലോക്കാണ്. ഓഫീസേഴ്സൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. ഫുൾ ബ്ലോക്കാണ്, ലോങ് ബ്ലോക്ക്. ഓക്കെ, ഫുള്ള് ബ്ലോക്ക്. പൊട്ടിത്തെറിക്കണമൊക്കെ തന്നെയാണ് കേട്ടോ, കംപ്ലീറ്റ് പൊട്ടിത്തെറിക്കണത്. ഗ്ലാസ്സൊക്കെ പൊട്ടുന്നുണ്ട്. വണ്ടിന്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ പൊട്ടുന്ന സൗണ്ട് കിട്ടുന്നുണ്ട്, കംപ്ലീറ്റ് പൊട്ടുന്നുണ്ട്. ഓ, ഞാൻ റിട്ടേൺ വരികയാണ്. ഇത് പാലത്തിന്റെ മുകളിലാണ്. ഈ പോയതിൻ്റെ വർക്ക് ഫുൾ ബ്ലോക്ക്. ഓൾമോസ്റ്റ് ഈ വണ്ടികൾ ഫുള്ള് ബ്ലോക്കാണ്. അത് അതിൻ്റെ സൗണ്ട് അല്ലേ? തീ പിടിച്ച അതിൻ്റെ സൗണ്ട് അല്ല, ഫുള്ള് ബ്ലോക്കാണ്. ഓക്കെ, എൻ്റെ വണ്ടി ആ സൈഡിലാണ്. ഞാൻ ആ സൈഡിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഓ फायरिंग गाड़ी आग लग गया. कार आग लग गया. കംപ്ലീറ്റ് പാലം ബ്ലോക്കാണ്. ഈ പാലം ഫുള്ളായിട്ട് ബ്ലോക്കാണ്. പോലീസേഴ്സും ഓഫീസേഴ്സും ഒക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല. ഇവിടെ മാസ്കിന്റെ പരിപാടി ഒന്നും പറയില്ല കേട്ടോ. നമ്മൾ ഈ ആൾക്കാരൊക്കെ കാണുന്നില്ലേ, ആരും മാസ്ക് ഉപയോഗിക്കില്ല. 1-2 ആൾക്കാർ മാസ്ക്. ഓക്കെ, ഗാഡി ആഗ് ലഗ് ഗയാ. ബന്ദ ആ പൊട്ടൻ്റെ സൗണ്ടൊക്കെ കേൾക്കില്ലേ? പൊട്ടലും ചീട്ടിലും കേൾക്കണമൊക്കെ ഫുള്ള് തന്നെ. ഇത്രയും ലോങ്ങാ. कार सेम कार फायरिंग. यस, कार ഫുൾ ബ്ലോക്ക്ഡാ. എന്തൊക്കെ ചോദിക്കുന്നുണ്ട്, എനിക്ക് റിപ്ലൈ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ കാറ് ഫയറിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇത്ര ദൂരം നടന്നോ? ഞാൻ അങ്ങോട്ട് ഇത്ര നടന്നോ? എനിക്കറിയാം. എന്തായാലും എൻ്റെ വണ്ടി കാണാനില്ല. ഞാൻ കുറേ ഇപ്പോൾ നടന്നു ഇങ്ങോട്ട് പോന്നു. ചില്ലറ പോക്കൊന്നുമല്ല ഞാൻ നടക്കാം. ആ പാലം ഫുള്ളായിട്ട് ബ്ലോക്കായി കിടക്കാം. ഓക്കെ, ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഏതായാലും 3 കിലോമീറ്റർ നീളമുള്ള വലിയൊരു പാലാണ്. ഒരുപാട് പഴക്കമുണ്ട്. 2 പാലം, അപ്പുറത്തേക്ക് അങ്ങോട്ടും ഇപ്പുറത്തേക്ക് ഇങ്ങോട്ടും. ആ 2 പാലം കൂടി നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ബാക്കിലാണ്. ഞങ്ങളെ പിടിച്ച് ഒരു ബാക്കിലാക്കിയേക്കണം. ഇവരാണിപ്പോൾ മുതലാളിമാർ. ഓക്കെ, നമ്മൾ ബാക്കിൽ കിട്ടും. അതാ വെള്ളം, ഇവിടെ നല്ല വെള്ളം ഉണ്ടാ. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പാലാണ്. 3 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞ പാലം. ക്ഷീണിച്ചിട്ടുണ്ട്. സമയം ഇവിടെ എത്രയാണോ? സമയം 5:15. ഞങ്ങൾ ഓടിയിട്ട് എത്തിയിട്ടില്ല. നല്ല ക്ഷീണമുണ്ട്. നല്ല വലിയൊരു പാലം. ഓക്കെ, 3 കിലോമീറ്റർ ആണ് ഈ പാലത്തിന് നീളം. അപ്പൊ ഈ വണ്ടിന്റെ മുന്നിൽ ചാടാൻ പറ്റുമോ? ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടും. ഇപ്പൊ ഇത് ലോറിന്റെ മുന്നിൽ നമുക്ക് ലെങ്തി കിട്ടും. ഇപ്പൊ ലെങ്ത് വീഡിയോ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ, നമുക്ക് ലെങ്ത് വീഡിയോ കിട്ടും. നമ്മൾ പോകുന്നത് ഒരു സൈഡിൽ കൂടെ, അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് റിട്ടേൺ 1 വേ ആണ് കേട്ടോ. ഓക്കെ, ഫുൾ വലിയൊരു പാലം, പഴയ പാലാണത്. ഈ പാലത്തിന്റെ പേരെന്താ ബോസ്? 3 കിലോമീറ്റർ അങ്ങനല്ല, ഒരു പേരുണ്ടോ? ആ, രാജമണ്ഡ്രി എന്ന് പറഞ്ഞ പാലാട്ടോ. ഈ പാലത്തിന്റെ പേരാണ് രാജമണ്ഡ്രി. ഇത് ആ ഭാഗത്ത് വണ്ടികൾ പോകുന്നു, ഈ ഭാഗത്തേക്ക് പോണ വണ്ടികൾ ഇവിടെ. രാജമണ്ഡ്രി എന്ന് പറയുന്ന പാലാണ് ഇപ്പൊ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഈ പാലത്തുമ്മ കൂടെയാണ് രാജാവ് മണ്ടിയത്.
അങ്ങനെയാണ് ഈ പാലത്തിൻ്റെ പേര് രാജമന്ത്രി ആയത്. അല്ലാതെ ഇപ്പം എന്താ പറയുക, ഓരോ പാലത്തിൻ്റെ പേരാണ്. അല്ലെങ്കിൽ രാജാവും മന്ത്രിയും എന്ന് ഉദ്ദേശിച്ചതായിരിക്കും രാജമന്ത്രിയായത്. എന്തായാലും വലിയൊരു പാലം, നമ്മളത് ഷൂട്ട് ചെയ്യുന്നു, നിങ്ങളത് കാണുന്നു. നല്ല വൃത്തിയുണ്ട്, വെള്ളമാണെങ്കിലും നല്ല വൃത്തിയുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇറങ്ങാൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് കുളിക്കാം, നല്ല എൻജോയ് ചെയ്യാം. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങൾ ഏകദേശം 24 മണിക്കൂർ യാത്ര കംപ്ലീറ്റ് ചെയ്ത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 24 അല്ല, അതിന് മേലെ. കാരണം നമ്മൾ 3.5 മണിക്കാണ് വളാഞ്ചേരിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത്. വളാഞ്ചേരി അല്ല, അത്തിപ്പറ്റ നമ്മൾ ഇറങ്ങുന്നത്. പിന്നെ ഒറ്റപ്പാലം വന്ന് അവിടെ കുറച്ച് നമുക്ക് ഡിലേ ഒക്കെ വന്ന് അങ്ങനെ മൊത്തത്തിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇപ്പോൾ 24 + 5 സോ 29 മണിക്കൂറായി ഇപ്പം നമ്മൾ ട്രാവൽ തുടങ്ങിയിട്ട്. ഓൾമോസ്റ്റ് 1300 കിലോമീറ്റർ ഇപ്പം നമ്മൾ അച്ചീവ് ചെയ്തു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെയല്ല, ഇവിടെ എത്തിയപ്പോൾ റോഡുകൾ വളരെ വളരെ ദയനീയാവസ്ഥയാണ്. സോ അതിൻ്റെ കാരണം കൊണ്ട് നമ്മളെ സ്പീഡും ഒന്ന് ബ്രേക്കപ്പ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിച്ച അത്ര തന്നെ പിന്നെ ഭക്ഷണം കഴിക്കാനും മറ്റും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ ടൈം അങ്ങനെ കുറച്ച് സ്പെൻഡായി. ഓൾമോസ്റ്റ് ഇനി നമുക്കൊരു 300 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. ഇപ്പോഴത്തെ ഈ അവസ്ഥയിലാണ് റോഡ് പോകണമെങ്കിൽ നമുക്കൊരു 4-4.5 മണിക്കൂർ വേണ്ടി വരും ഈ 300 കിലോമീറ്റർ അച്ചീവ് ചെയ്യാൻ. സോ ഇപ്പോൾ സമയം 8 o'clock. നമ്മൾ ഒരു 1 മണി ഇല്ലെങ്കിൽ 12:30 മണിക്കൊക്കെയാണ് നമ്മൾ വിശാഖപട്ടണത്തിൽ നിന്നും ഞങ്ങൾക്ക് ഒരു 60 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഞങ്ങൾക്കൊരു നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അവിടെ എത്തണമെങ്കിൽ ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ഒരു 12:30 മണിയാവും. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. ഓരോ സ്ഥലമാട്ടോ, ഏകദേശം നമ്മൾ വയനാട് പോലത്തെ ഒരു സ്ഥലമല്ല, പച്ചപ്പ് കൂടിയ ഒരു സ്ഥലം. ഈസിയാണ്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി, സ്റ്റേ ചെയ്തു. മോർണിംഗിൽ നമ്മളിങ്ങനെ ഒരു ബൈക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ലൊക്കേഷൻ മാപ്പിലാന്ന് തോന്നിയപ്പോൾ ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യണം. ഒരു ചുരം, ഒരു മലപ്രദേശമാണ്. അതുകൊണ്ട് പഠിച്ചോലെ നിങ്ങള് കാത്തോളി പറയണ എങ്ങനെ ഇത് തിരിക്കണുണ്ണിയെ ഒന്ന് മയത്തില് തിരിക്കേ, മൊത്തത്തില് കുലുങ്ങുന്നുണ്ട്. സർബത്ത് അവിടെ കുലുക്കി, ഇവിടെ കുലുക്കി, മയത്തില് പോട്ടെ. മൈ ബൈ. ഞാൻ പെർഫെക്റ്റ് ആയി അല്ല, മനസ്സിലായി, പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലായി. റായ്പൂർ ഇതുവരെ ഇപ്പൊ നമ്മള് കയറ്റം കയറിയിരുന്നു. ഇപ്പൊ നമ്മൾ ഇറങ്ങാണ്. പിൻവളവൊന്നുമല്ല, ജസ്റ്റ് എന്താ പറയാ, ഒരു കയറ്റിറക്കാണ്. വളവും തിരിവും അല്ല, നമ്മുടെ വയനാട്ടിലത്തെ പോലെ ചുരമല്ല, പിൻവളവല്ല, ഇതുപോലത്തെ വളവുകൾ. ഇങ്ങനെ ഇവിടെ ഈ ഇറക്കം ഇറങ്ങുമ്പോൾ പിന്നെ
ചവിട്ടി ഇറക്കല് ഇതിപ്പോൾ ഒന്നും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ സെക്കൻഡ് ഇട്ടാ നല്ലതായിട്ട് കുറേ ഇറക്കണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ബ്രേക്ക് നാശമാവും. ഓട്ടോമാറ്റിക്കലി ഓൾറെഡി ഇപ്പൊ ഗിയറിൽ ഇറങ്ങും. ഇതങ്ങനെ തന്നെ ഇറങ്ങും, ഇത് കുഴപ്പമില്ല. കോരപ്പൂട്ട്, ജയ്പൂർ, എന്തൊക്കെയോ വായിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഓണാക്കി വണ്ടിന്റെ ഗ്ലാസ് കയറ്റി ഡ്രൈവ് ചെയ്യുമ്പോൾ വലിയ ക്ഷീണം അറിയില്ല. ആ സമയത്ത് പുറത്തായി ഈ കാറ്റതൊക്കെ കൊള്ളുമ്പോൾ ശരിക്കും യാത്രാക്ഷീണം ഫീൽ ചെയ്യും. ഒരു കാടന്നല്ലേ, റോഡൊക്കെ പറ്റ സീനട്ടോ, അടാറ് സീനാണ്. വേറെ കുറെ മണിക്കൂറായിപ്പോ ഇങ്ങനത്തെ റോഡിൽ കടന്ന് ഉരുളണം. ഇത് മെയിൻ റോഡല്ല, പറ്റ റോഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. കാടുകളാണ്, പറമ്പുകളും. റോഡിന്റെ അവസ്ഥ കണ്ടോ, ആകെ സീനാണ് കേട്ടോ, പറ്റ ലോ ആണ്. പക്ഷെ പ്രകൃതി അത് കണ്ടോ, മലകൾ കണ്ടോ, ഇതിങ്ങനെ കണ്ട് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റും. എന്റെ കൈ ഇളകുന്നില്ല കേട്ടോ, വണ്ടി കുത്തി കുലുങ്ങാണ്. അതുകൊണ്ടാണ് ഞാൻ ഹാൻഡിലിങ്ങനെ പോകുന്നത്. ഞാൻ മാക്സിമം ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിങ്ങനെ തട്ടുന്നുണ്ട്. അങ്ങനെ വണ്ടി ഇളകട്ടോ, ഞാൻ ഇളക്കണതല്ല. ഓക്കെ, റോഡ് മോശം കേട്ടോ, വളരെ മോശമാണ്. അപ്പൊ നമുക്ക് തോന്നും കേരളം തന്നെ ഉഷാറ്. എന്നെ ചവിട്ടൂട്ടിയേ, വണ്ടി വളരെ മോശം തന്നെ, വളരെ മോശമാണ്. ഇപ്പൊ നമ്മൾ ഓടിയിൽ ഏറ്റവും മോശം റോഡ് തന്നെ കേട്ടോ. ഏറ്റവും മോശം റോഡ് ഒറീസയ്ക്ക് കടന്നിട്ടാണ് കേട്ടോ. ഒറീസ ബോർഡർ കൊണ്ട് കടന്നപ്പോൾ റോഡ് ഭയങ്കര മോശം. ഒറീസല്ല, ഒഡീസയാണ്. ഇപ്പൊ ഒഡീസ തരെ. ഓക്കെ, രണ്ടും പറയും. പക്ഷെ ഇപ്പൊ അവരെ ഇത് നമ്മള് മദ്രാസ് ചെന്നൈ ആക്കിയ പോലെ ഇവിടെ OR OD ആക്കിക്കണം. അപ്പൊ നമ്മള് ഏതായാലും അവരെ നാട്ടിൽ വരുമ്പോ അവരാ തന്നെ നമ്മളും പറയാം ഒഡീസ. നല്ലൊരു നായ്ക്കുട്ടികളൊക്കെ വളർത്തു നായാണല്ലോ അല്ലേ, വളർത്തു നായാണത്. അത് ഞാൻ അടുത്ത് വണ്ടി കയറ്റി, വേറൊന്നും കെട്ടിയില്ലേലും പാടില്ല. ഇതെന്താ എല്ലാരും കൂടെ അങ്ങോട്ട് മൂട്ടക്ക് വെയിലടിപ്പിച്ച് നിക്കണേ. തണുപ്പാണ് പോകും. വണ്ടിന്റെ ഉള്ളിൽ നമ്മൾ ഗ്ലാസ് ഒക്കെ കയറ്റുകൊണ്ട് നമ്മളിത് അറിയുന്നില്ല. പുറത്തു തന്നെ തണുത്ത കാലാവസ്ഥയാണ്. എവിടേക്ക് പോകണം? റോട്ടിൽ നിന്നൊക്കെ വിട്ടിട്ട് പാടത്തു കൂടെ ഒക്കെ പോണ്. റോഡിന്റെ ദയനീയാവസ്ഥ ഇങ്ങനെ കാണുമ്പോ റെക്കോർഡ് ചെയ്യാൻ പിന്നെയും തോന്നുകയാണ്. ഇത്രയും ദയനീയ. ഇവിടൊക്കെ കണ്ടാവും. മലമ്പ്രദേശം മലയാണ്. ക്ലിയർ ആണ് ഗ്രൗണ്ട് കണ്ടീഷൻ. ഞാൻ ടെന്റില്